ഹായ് ഗൈസ്, ഇന്ന് ഞാനൊരു ബേസ്റ്റ് മോഡായിട്ടുള്ള ഒരു പെർഫ്യൂമാണ് പരിചയപ്പെടുത്താൻ പോകുന്നത്. അതിനു മുമ്പ് എനിക്ക് ഇത് ഉപയോഗിച്ചപ്പോൾ ഉണ്ടായിട്ടുള്ള കുറച്ച് അനുഭവങ്ങൾ ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, ഇന്ന് ഞാൻ സംസാരിക്കാൻ പോകുന്നത് അതിനു മുമ്പായിട്ട് പെർഫ്യൂം ആദ്യം കാണിച്ചു തരാം. ഇതാണ് XP പെർഫ്യൂമിൻ്റെ ഹുലൂദ് സീരീസിലെ ഹുലൂദ് 1. ഇതാണ് ആ ഒരു ബീസ്റ്റ് മോഡ് സാധനം. ഇതൊരു ദിവസം ഞാനിത് ദുബായിൽ നിന്ന് അവിടുന്ന് സ്മെല്ല് ചെയ്ത സമയത്തൊന്നും എനിക്കിത് അത്രയ്ക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ല, സീരിയസ്ലി ഇഷ്ടപ്പെട്ടിട്ടില്ല. അന്ന് ഒരു മാളിൻ്റെ ഉള്ളിൽ നിന്നാണ് ഈ സ്മെല്ല്, ഈ ഫ്രാഗ്രൻസ് ഞാൻ സ്നിഫ് ചെയ്യുന്നത്. അതിനു മുമ്പ് ഞാൻ റീഫിൽ കയറിയിട്ടുണ്ട്, അഹമ്മദ് അൽ മാരിബി കയറിയിട്ടുണ്ട്, പിന്നെ ലമോറ്, ഇവിടെയൊക്കെ പോയിട്ട് ബഹൂറും ഫ്രാഗ്രൻസും കാര്യങ്ങളൊക്കെ സ്മെല്ല് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എനിക്ക് എൻ്റെ നോസ് പോയിട്ടുണ്ട്. ഓക്കെ, പിന്നെ അത് ഒന്ന് ട്രൈ ചെയ്യണമെന്ന് പുറത്തൊക്കെ പോയി ഒന്നൊരു കോഫിയൊക്കെ കുടിച്ച് അല്ലെങ്കിൽ എന്തെങ്കിലും കുടിച്ചതിന് ശേഷം സ്മെല്ല് ചെയ്താലേ കറക്റ്റ് സ്മെല്ല് കിട്ടുള്ളൂ. അതിൻ്റെ ഇടയിലാണ് ഞാൻ ഈ ഒരു ഹുലൂദ് 1 സ്മെല്ല് ചെയ്യുന്നത്. സീരിയസ്ലി ആ സമയത്ത് എനിക്കിത് തീരെ ഇഷ്ടമായിട്ടില്ല. ഓക്കെ, പിന്നെ ഞാൻ എൻ്റെ കയ്യിലും പിന്നെ എൻ്റെ പൾസ് പോയിന്റിലൊക്കെ ഞാൻ അടിച്ചു വെച്ചു, പുറത്തിറങ്ങേണ്ട സമയത്തൊന്ന് സ്മെല്ല് ചെയ്യാച്ചിട്ട്. പിന്നെ പുറത്തിറങ്ങിയ സമയത്ത് അതിൻ്റെ സ്മെല്ല് എൻ്റെ നോസ് ഏകദേശം ഒന്ന് റീക്കവറായി വന്നപ്പോൾ ഇതിൻ്റെ സ്മെല്ല് ഇങ്ങനെ കിട്ടുന്നുണ്ട്, നല്ലൊരു റിച്ച് ആയിട്ടുള്ള സ്മെല്ല്. ഓക്കെ, ഇത് ഏതിൻ്റെ ടൈക്കോണെന്ന് ഒരു പിടുത്തം കിട്ടുന്നില്ല. അതിലൊരുപാട് നോട്ട്സ് വരുന്നുണ്ട്. ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു റിച്ച് ഫ്രാഗ്രൻസ് ആണ്. അറബിക്കും അല്ല, വക്ക ഫ്രൂട്ടി അല്ല, ഇതൊരു നീഷ് ലെവലിൽ വരുന്ന കുറച്ച് ലെതർ ബേസ്ഡ് ആയിട്ടുള്ള ഊത്, സാഫ്രോൺ അങ്ങനെയൊക്കെ തുടങ്ങിയിട്ടുള്ള ഒരു പേസ്റ്റ് മോഡ് സാധനം. അങ്ങനെ ഞാൻ നാട്ടിൽ വന്നതിന് ശേഷം ഈ സാധനം ഉപയോഗിച്ചു. നാട്ടിൽ അന്ന് നല്ലൊരു ക്ലൈമറ്റ് ആട്ടോ, ഓവർ ചൂടൊന്നുമില്ല, ഇടയ്ക്കിടയ്ക്ക് ഒരു മഴയും കാര്യങ്ങളൊക്കെ പോയി നല്ലൊരു സീസൺ, നല്ലൊരു ക്ലൈമറ്റ് ആയിരുന്നു. ആ സമയത്ത് ഞാൻ അധികം ടെസ്റ്റ് ചെയ്യൽ ടീഷർട്ടിലാണ്. ഓക്കെ, ടീഷർട്ടിലാണ് ഞാൻ വീട്ടിൽ നിന്ന് അധികം ഇടാറുള്ളത്. അപ്പോൾ ടീഷർട്ടിൽ അടിച്ച സമയത്ത് മാക്സിൻ്റെ ടീഷർട്ടായിരുന്നു. അങ്ങനെ അടിച്ച് പിറ്റേ ദിവസം ഞാനെന്ത് ചെയ്തു, ആദ്യം അടിച്ചു, പിന്നെ രാത്രിയായപ്പോൾ വീണ്ടും അതിൻ്റെ മുകളിൽ അപ്ലൈ ചെയ്തു. അങ്ങനെ പിറ്റേ ദിവസം കുളിക്കാൻ വേണ്ടിയിട്ട് ഷർട്ട് ബെഡിലിട്ട് ബാത്റൂമിൽ പോയി തിരിച്ചു വരുന്ന സമയത്ത് നമ്മളാണ്ട് ആ ബാത്റൂമിൽ നിന്ന് പുറത്തോട്ട് വന്ന സമയത്ത് നല്ല സ്മെല്ല് തിമ്മുന്നു. ഓക്കെ, ഷർട്ട് ഇട്ടിട്ടില്ല, അപ്പോഴും അതിമെന്ന് ആ ഒരു സ്മെല്ല് ഇങ്ങനെ വരിക. അന്ന് നല്ല മഴ പെയ്തിട്ടുള്ള അങ്ങനത്തെ ഒരു വിൻ്റർ ക്ലൈമറ്റാണ്. ഏകദേശം ഒരു 48 hours കഴിഞ്ഞിട്ടുണ്ട്, 24 hours 48 hours അടുത്ത് ആയിട്ടുണ്ട്. എന്നിട്ട് നല്ല പ്രൊജക്ഷൻ അതിന് ഫീൽ ചെയ്യുന്നുണ്ട്. അന്ന് ഞാൻ മനസ്സിലാക്കി ഇതിൻ്റെ ഒരു ക്വാളിറ്റി. ഓക്കെ, ഇത് ഇൻസ്പയർഡ് ഒന്നുമല്ല, ഇത് അവരുടെ ഒരു ഓൺ ക്രിയേഷനാണ് ഹുലൂദ്. ഓക്കെ, ഇനി ഇതിൻ്റെ ടിസ്റ്റാണോ എന്തോ അറിയില്ല, പക്ഷേ ഒരു യൂണീക്ക് ആയിട്ടുള്ള സ്മെല്ലാണ്. എനിക്ക് ഇഷ്ടപ്പെടാത്തൊരു നോട്ട്സ് ഇതിലുണ്ടായിരുന്നു, പക്ഷെ ഇത് ഉപയോഗിച്ച് നമുക്ക് ആ ഒരു പ്രൊജക്ഷനും ഒരു കോംപ്ലിമെൻ്റൊക്കെ കിട്ടിയപ്പോൾ നമുക്ക് ഇഷ്ടപ്പെടാത്ത നോട്ട്സ് നമ്മളെന്ത് ചെയ്തു, അതങ്ങോട്ട് ഔട്ട് ഓഫ് ആയിപ്പോയി. എന്ന് വെച്ചാൽ ഇവിടെ ചെറിയൊരു വിരണ്ട്, ഈ ചെറിയ വിരനെ വലുതാക്കണം എന്നുണ്ടെങ്കിൽ ഇതിൻ്റെ അടുത്ത് വലിയൊരു വിരട്ടാൽ മതി. ഇവിടെ ഒരു വലിയ വിരട്ട് കഴിഞ്ഞാൽ ഇത് ചെറുതാവും. ഇവിടെ വലിയ വിരട്ടാത്ത കാലത്തോളം ഇത് വലുതാണ്. ഓക്കെ, അതുപോലെ തന്നെയാണ് എനിക്ക് ഇഷ്ടപ്പെടാത്ത നോട്ട്സ് ഉണ്ടായിരുന്നു, പക്ഷെ ഇത് ഉപയോഗിച്ച് ഇതിൻ്റെ ഒരു പ്രൊജക്ഷനും കോംപ്ലിമെൻ്റൊക്കെ കിട്ടുന്ന ഒരു ഇത് നമ്മുടെ മൈൻഡിലാണ് കയറിയപ്പോൾ എനിക്ക് ആ സ്മെല്ല് ഞാനത് മറന്നുപോയി തോന്നുന്നുണ്ട്. പക്ഷെ ഇപ്പോഴും ഇങ്ങനെ സ്മെല്ല് ചെയ്യുമ്പോൾ എനിക്ക് ഇഷ്ടപ്പെടാത്ത സ്മെല്ല് ഇതിൽ കിട്ടുന്നുണ്ട്. പക്ഷെ അതടിച്ച് നമ്മൾ അങ്ങോട്ട് എന്ത് ചെയ്യുക, യൂസ്ഡ്, ഓക്കെ, ഒരു യൂസർ ഫ്രണ്ട്ലി ആയി. അങ്ങനെ എനിക്ക് നല്ലൊരു ബേസ്റ്റ് മോഡൊന്ന് നിങ്ങൾക്ക് റെക്കമെൻഡ് ചെയ്യാൻ പറ്റിയൊരു പെർഫ്യൂമാണ് ഹുലൂദ് 1 ഫ്രം XP പെർഫ്യൂം. ഓക്കെ, ഇതിന് ഏകദേശം 200 dirhams വരുന്നുണ്ട്. ഓക്കെ, നല്ല ക്വാളിറ്റി ഉള്ള പ്രോഡക്റ്റാണ്. ഇതിൻ്റെ പ്രസൻറ്റേഷനും കാര്യങ്ങളൊക്കെ ഞാൻ ജസ്റ്റ് കാണിച്ചു തരാം. പിന്നെ ഇതിൻ്റെ പെർഫ്യൂമർ, ഇത് ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ആൾ വേൾഡിലൊക്കെ അറിയപ്പെട്ട പോപ്പുലറായിട്ടുള്ള പെർഫ്യൂം ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ഒരാളാണ്. XPൻ്റെ ടീം എന്നോട് പറഞ്ഞതാണ് ഇതിങ്ങനെ ക്രിയേറ്റ് ചെയ്ത ആൾ ഇന്ന പെർഫ്യൂം ക്രിയേറ്റ് ചെയ്ത ആളാണ്. അത് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവർക്കും അറിയാം, പക്ഷെ അവർക്ക് അങ്ങനെ ആ ഒരു രൂപത്തിൽ അവർക്ക് പ്രൊമോട്ട് ചെയ്യണമെന്നും ഇല്ല. ഓക്കെ, അതുകൊണ്ടാണ് ഞാൻ പറയാത്തത്. ഇങ്ങനെയാണ് ഇതിൻ്റെ പ്രസൻറ്റേഷൻ വരുന്നത്. നല്ലൊരു വെൽവെറ്റ് ടൈപ്പ് പൗച്ചിലാണ്. ഓക്കെ, ജസ്റ്റ് ഓപ്പൺ ചെയ്ത് കാണിച്ചു തരാം. അതാ കണ്ടില്ലേ, ഇവിടെ ഒരു കവറുണ്ട്. ഇങ്ങനെയാണ് പെർഫ്യൂം വരുന്നത്. നല്ലൊരു ക്രിസ്റ്റൽ ടൈപ്പ് ബോട്ടിലാട്ടത്, നല്ലൊരു ക്രിസ്റ്റൽ ടൈപ്പ് ബോട്ടിലാണ്. നീഷ് അധികം ഇങ്ങനെ ഉണ്ടാവില്ല, വളരെ സിമ്പിളായിരിക്കും. ഓക്കെ, ആദ്യം ഞാൻ എന്ത് ചെയ്താ അറ്റമൈസർ കാണിച്ചു തരാം. നൈസ് അറ്റമൈസർ. വാ, ഇതിൽ ഒരുപാട് നോട്ട്സ് വരുന്നുണ്ട്. ഇത് അവർ പറയുന്ന നോട്ട്സ് ടോപ്പ് നോട്ടിൽ ബർഗമോട്ട്, ലാവൻഡർ, ഓറഞ്ച്, പിങ്ക് പെപ്പർ, സ്ട്രോബെറി വരുന്നുണ്ട് ടോപ്പ് നോട്ടിൽ. മിഡിൽ വരുമ്പോൾ സിഡാറ്, ജാസ്മിൻ, ലെതർ, പച്ചോളി, റോസ്, തൈമ് വരുന്നുണ്ട്. ബേസ് നോട്ടിൽ ആംബർ, കാശ്മീർ, പിന്നെ കാർഡമം, സിപ്രിയോൾ,
എലിമി, ഒക്കമോസ്, സാഫ്രോണ്, സാൻഡൽവുഡ്, വെനില, മസ്ക്, വൈറ്റ് മസ്ക്, ഇതെല്ലാം കൂടി മിക്സ് ചെയ്തിട്ടുള്ള ഒരു കിഡിലൻ സാധനമാണ് ദിസ് വൺ. ഓക്കെ, ഇനി ഞാനിതൊന്ന് അപ്ലൈ ചെയ്തിട്ട് എനിക്ക് എങ്ങനെയൊക്കെയാണ് സ്മെല്ല് കിട്ടുന്നുള്ള ജസ്റ്റ് ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, ഇത് അടിച്ച് കഴിഞ്ഞ് ഇതിൻ്റെ ടോപ്പ് നോട്ട് എല്ലാം കൂടി മിക്സ് ചെയ്യുമ്പോൾ ഒരു റിച്ച് സ്മെല്ലാണ്. ഓക്കെ, ഇതിൻ്റെ ബേസ് നോട്ടിൽ നമ്മുടെ എസ്കാലോൻ്റെ അൽഫിൻ്റെ ഒരു ടച്ച്, ലൈറ്റായിട്ടൊരു ടച്ച് എന്ന് വെച്ചാൽ സാഫ്രോണും ആംബറും, എസ്കാലിലും ആംബറും സാഫ്രോണും വരുന്നുണ്ട്, ഇതിലും ആംബറും സാഫ്രോണും വരുന്നുണ്ട്. ഈ നോട്ട്സ് ഒരുമിച്ച് വന്നു കഴിഞ്ഞാൽ ആ ഒരു ഒരേപോലത്തെ സ്മെല്ല് ബേസ് നോട്ടിൽ ലൈറ്റായിട്ട് ഫീൽ ചെയ്തിട്ടുണ്ട്. ഓക്കെ, ദിസ് വൺ ഹുലൂത്ത് 1, ഇറ്റ്സ് എ ബീസ്റ്റ് മോഡാണ്. ലാസ്റ്റിംഗ് അത്യാവശ്യം എനിക്ക് ഒരു 18 മണിക്കൂറിലേറെ ലാസ്റ്റിംഗ് നന്നായിട്ട് കിട്ടിയിട്ടുണ്ട് ഇപ്പോഴത്തെ ക്ലൈമറ്റിൽ കേട്ടോ. അത്യാവശ്യം ഒരു 5-6 മണിക്കൂറൊക്കെ പ്രൊജക്ഷൻ സൂപ്പറായിട്ട് കിട്ടലുണ്ട്. നല്ല രൂപത്തിൽ അപ്ലൈ ചെയ്യണം. ഓക്കെ, പിന്നെ ഈ പ്രൊജക്ഷൻ എന്നുള്ളത് നിങ്ങളുടെ ക്ലോത്തൊക്കെ ഡിപ്പെൻഡ് ചെയ്തിട്ടായിരിക്കും. ഞാൻ നല്ലൊരു ബനിയൻ ടൈപ്പ് ക്ലോത്തിൽ അപ്ലൈ ചെയ്തിരുന്നത്. അപ്പോൾ അതാവുമ്പോൾ സ്മെല്ല് അവിടെ കിടക്കും, പോളിസ്റ്റർ ആകുമ്പോൾ പെട്ടെന്ന് ഫെയ്ഡായി പോകും. ഓക്കെ, ബനിയൻ ടൈപ്പ് ക്ലോത്ത് ആകുമ്പോൾ നല്ല കുറച്ച് തിക്കായിട്ടുള്ളതായിരിക്കും, പിന്നെ ഉള്ളിൽ കുറേ ലെയർ ഉണ്ടാകും. അപ്പോൾ നമ്മൾ അടിക്കുന്ന സമയത്ത് ഇതിൻ്റെ മോളിക്യൂൾസൊക്കെ ആ ഒരു ബനിയൻ്റെ ഉള്ളിൽ, ആ ലെയറിൻ്റെ ഉള്ളിലേക്ക് പോയി കിടക്കും. അപ്പോൾ പെട്ടെന്ന് ഇത് ഫെയ്ഡ് ആവില്ല. അപ്പോൾ നല്ല പ്രൊജക്ഷൻ നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റും. ഓക്കെ, അങ്ങനത്തെ ഒരു കിഡിലൻ സാധനമാണ് ഇത് ഹുലൂത്ത് നമ്പർ 1. പിന്നെ ഇത് യുഎയിൽ കിട്ടുള്ളൂ, ഖത്തറിലും കിട്ടാൻ ചാൻസ് ഉണ്ട് തോന്നുന്നുണ്ട്. അപ്പം നിങ്ങളൊരു ചുരുക്കി പറഞ്ഞാൽ ഈ കൂടുതൽ നോട്ട്സ് പറഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യണ്ട, കൺഫ്യൂസ്ഡ് ആകണ്ട. ഒരു ലെതർ ബേസ്ഡ് പെർഫ്യൂം, ആ ഒരു ലെതർ ഫ്രാഗ്രൻസിൽ മോർ ഫ്രഷ് വിത്ത് ലാവൻഡർ, സാൻഡൽവുഡ്, ലൈറ്റ് ആയിട്ടുള്ള സ്ട്രോബെറി, അങ്ങനത്തെ ഒക്കെ ഒരു പച്ചോളിയൊക്കെ മിക്സ് ചെയ്തിട്ടുള്ള ഫ്രാഗ്രൻസ് എന്ന് വെച്ചാൽ ഓവർ സ്വീറ്റ്നെസ് ഉണ്ടാവില്ല, ഓവർ ഫ്രഷ് ഉണ്ടാവില്ല, ഓവർ ഊതിയല്ല, പക്ഷെ ഒരു ലെതറി പച്ചോളി വൈബ് ഇഷ്ടപ്പെടുന്നവർക്ക് ഇറ്റ്സ് എ മസ്റ്റ് ട്രൈ പ്രൊഡക്റ്റ് ആണ് ഹുലൂത്ത് നമ്പർ 1. ഓക്കെ, ഇത് എപ്പോഴും നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റില്ല. നിങ്ങളൊരു മീറ്റിംഗ്, അതുപോലെ നിങ്ങൾക്ക് ലൈഫിൽ വേണ്ടപ്പെട്ട എന്തെങ്കിലും സ്പെഷ്യൽ മൊമെൻറ്റ്, സ്പെഷ്യൽ ഇവൻറ്റിനൊക്കെ പോണ സമയത്ത് നിങ്ങൾക്കിത് ട്രൈ ചെയ്യാം. അല്ലാതെ ഫാമിലിയുടെ കൂടെ പോണ സമയത്തൊന്നും തടിക്കണം എന്ന് ഞാൻ പറയാം. കാരണം ആ ഫാമിലി ആകുമ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നൊരു ടൈപ്പ് കാമായിട്ടുള്ള ഫ്രാഗ്രൻസ് യൂസ് ചെയ്യുക. നേരെ മറിച്ച് നിങ്ങളിതൊരു മീറ്റിംഗ് അല്ലെങ്കിൽ ഒരുപാട് ക്രൗഡായിട്ടുള്ള ആളുകളുടെ അടുത്ത് പോവുകയാണ്, അങ്ങനെ തുടങ്ങിയിട്ടുള്ള ബിസിനസ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യത്തിനൊക്കെ പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റിയ പെർഫ്യൂമാണ് ഹുലൂത്ത് നമ്പർ 1.